ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ആക്സസിൻ്റെ റീസ്റ്റോറേഷനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്സസ് ഇത് 2010 മോഡൽ ആക്സസാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കംപ്ലീറ്റ് ഫെയ്ഡായി പോയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ അറിയാം, കംപ്ലീറ്റ് ഫെയ്ഡായി പോയി. ഈ ഒരു മോട്ടോമാക്സിൻ്റെ ഈ ഒരു ബൈക്ക് പോളിഷ് ലിക്വിഡ് വെച്ചിട്ട് ഈ ഒരു ഫെയ്ഡായി പോയ കളറൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുമെന്നാണ് നമ്മൾ ട്രൈ ചെയ്ത് വെക്കുന്നത്. സോ മോട്ടോമാക്സിൻ്റെ ബൈക്ക് പോളിഷ് ലിക്വിഡിന് MRP വന്നിട്ടുള്ളത് 65 ആണ്. സോ ഈ ഒരു ലിക്വിഡ് വെച്ച് പോളിഷ് ചെയ്തിട്ട് ഈ ഫെയ്ഡായി പോയ കളറും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് മുമ്പ് ബുള്ളറ്റിൻ്റെ സൈലൻസറൊക്കെ റീസ്റ്റോർ ചെയ്ത ടൈമിൽ നമ്മൾ ഗ്രൈൻഡിങ് വീല് ബഫിംഗ് പാഡൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. സോ ഈ ഒരു കേസിൽ അതൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ലിക്വിഡ് ക്ലോത്ത് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഈ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ഈ ആക്സസ് വൃത്തിയായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. സോ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആയിട്ടുണ്ട്. സോ ഇനി ഈ ഒരു സൈഡിലാണ് നമ്മൾ ഈ ഒരു പോളിഷ് ട്രൈ ചെയ്ത് വെക്കുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ഡിഫറൻസ് അറിയാൻ പറ്റും. ഈ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ലിക്വിഡ് ഇതേപോലെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് പീസിലെടുത്തിട്ട് നന്നായി റബ്ബ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ നമ്മൾ ബുള്ളറ്റിൻ്റെ സൈലൻസറൊക്കെ റീസ്റ്റോർ ചെയ്ത ടൈമിൽ ഗ്രൈൻഡിങ് വീലിൽ ഒരു ബഫിംഗ് പാഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പോളിഷിങ്ങിൽ നമ്മൾ ആ ഒരു ഗ്രൈൻഡിങ് വീലൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു ക്ലോത്ത് വെച്ച് ഈ ഒരു പോളിഷിങ് ലിക്വിഡ് കൊണ്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്നും യൂസ് ചെയ്യാതെ ഇതേപോലെ ഒരു കോട്ടൺ ക്ലോത്ത് പീസ് മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു പോളിഷിംഗ് ലിക്വിഡ് അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മാറ്റ് ഫിനിഷ് പോലെയാണ് കിട്ടുന്നത്. നമ്മൾ റബ്ബ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഷൈനിങ് വരുന്നുണ്ട്, നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. നോക്കിയറിയാം, നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റിസൾട്ടിൻ്റെ ഡിഫറൻസ് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നോക്കിയറിയാം, നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ സൈഡ് കംപ്ലീറ്റ് ഫെയ്ഡായി പോയിരുന്നു. നമ്മൾ റബ്ബ് ചെയ്ത സമയത്ത് ഈ ഒരു റിസൾട്ട് ഉണ്ട്. ഈ രണ്ട് സൈഡ് നോക്കിയറിയാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഈ ഒരു ക്ലോത്ത് വെച്ച് റബ്ബ് ചെയ്തപ്പോഴാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഈ ഗ്രൈൻഡിങ് വീലും ബഫിംഗ് പാഡും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളി റിസൾട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കി പോർഷൻ കൂടെ ഈ ഒരു ലിക്വിഡ് വെച്ച് പോളിഷ് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട് പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ചേഞ്ച് ഉണ്ട്.